റഷ്യ യുക്രൈൻ യുദ്ധം 3 വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇത് ആഗോളതലത്തിലേക്ക് ഈ യുദ്ധം വളരുന്നു എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുന്നത്. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇക്കഴിഞ്ഞ ദിവസമാണ് യുക്രൈന് റഷ്യയിലേക്ക് ലോങ് റേഞ്ച് മിസൈൽ ഉപയോഗിക്കുവാനുള്ള അനുമതി കൊടുത്തുകൊണ്ട് ഒരു സുപ്രധാന നീക്കത്തിന് ഒരുങ്ങിയത്. ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്തിനേറെ പ്രതീക്ഷയുള്ള ഒരു വിജയമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിൻ്റേത്. കാരണം ലോകത്ത് സമാധാനം കൊണ്ടുവരുമെന്നും മിഡിൽ ഈസ്റ്റിലെയും യുക്രൈൻ റഷ്യയും തമ്മിലുള്ള യുദ്ധങ്ങളും ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ അവസാനിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് വിജയം കൈവരിച്ച ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുവാൻ 2 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള റഷ്യയെ പ്രകോപിപ്പിക്കുന്ന ഒരു തീരുമാനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നത്. എന്നാൽ ഇത്തരത്തിൽ ലോങ് റേഞ്ച് മിസൈൽ റഷ്യക്കെതിരെ ഉപയോഗിച്ചു എന്ന് US പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും 6 ലോങ് റേഞ്ച് മിസൈലുകൾ ഞങ്ങൾ തടുത്തു എന്ന് മോസ്കോ ഉടനടി പ്രതികരിച്ചു. ഇതിന് ശേഷം UK-യും ലണ്ടനും ഇത്തരത്തിൽ റഷ്യക്കെതിരെ ലോങ് റേഞ്ച് മിസൈൽ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി കൊടുക്കുകയും അങ്ങനെ ലോങ് റേഞ്ച് മിസൈൽ കൊണ്ട് യുക്രൈനെ അടിക്കുകയും ചെയ്തു. അതിൽ പ്രകോപിതനായ റഷ്യ ഇപ്പോൾ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് യുക്രൈനെ ആക്രമിച്ചു എന്ന വാർത്തയുമാണ് ഇന്റർനാഷണൽ മീഡിയകൾ പുറത്തുവിടുന്നത്. എങ്കിൽ ഇതിൽ നിന്നൊക്കെ ആഗോളതലത്തിൽ ഒരു ഭീതി പടരുന്നത് 3ാം ലോക മഹായുദ്ധം ഇതുകൊണ്ട് സംഭവിക്കുമോ എന്നുള്ളതാണ്. നമുക്കറിയാം, പുടിൻ മുമ്പ് പറഞ്ഞതുപോലെ ഞങ്ങളുമായി പാശ്ചാത്യർ ഏതെങ്കിലും രീതിയിൽ റഷ്യയുടെ ടെറിട്ടറിയിലേക്ക് നേരിട്ട് ആക്രമണം നടത്തുകയാണെങ്കിൽ, അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യുക്രൈനിൽ നിന്ന് റഷ്യയെ ആക്രമിക്കുകയാണെങ്കിൽ അത് റഷ്യയും അവരും തമ്മിലുള്ള യുദ്ധമായി റഷ്യ കണക്കാക്കുമെന്ന് മുമ്പ് തന്നെ പുടിൻ മുന്നറിയിപ്പ് നൽകിയതാണ്. അഥവാ ഇപ്പോൾ റഷ്യയും US-ഉം നാറ്റോയും തമ്മിലാണ് റഷ്യ യുദ്ധത്തിൽ എന്ന് വേണം ഈ ഒരു പ്രസ്താവനയിൽ മനസ്സിലാക്കാൻ. കാരണം നാറ്റോ രാഷ്ട്രങ്ങളും അമേരിക്കയും ചേർന്നുകൊണ്ടാണ് ഈ യുദ്ധം 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ചത് മുതൽ യുക്രൈന് എല്ലാവിധ സഹായങ്ങളും നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നുവരെയുള്ള എല്ലാ സഹായങ്ങളും പോലെയല്ല ഇപ്പോൾ നടക്കുന്നത്. ഇതുവരെ മുഴുവൻ ആയുധങ്ങളും യുക്രൈന് കൈമാറുകയാണെങ്കിലും റഷ്യയുടെ അകത്ത് ചെന്ന് നേരിട്ട് ആക്രമിക്കാനുള്ള അനുമതി ഇതുവരെ ജോ ബൈഡൻ നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാറ്റോ സഖ്യങ്ങളും നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലൂടെ ആ ഒരു അനുമതി കൊടുക്കാത്ത തീരുമാനത്തെ മറികടക്കുകയും റഷ്യയെ എന്തെന്നില്ലാത്ത പ്രകോപിതമാക്കുന്ന തീരുമാനമായിരുന്നു ഇപ്പോൾ ജോ ബൈഡൻ എടുത്തത് എന്ന് വേണം ഈ തീരുമാനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. നമുക്കറിയാം, എൻ്റെ പിതാവിന് ലോകത്തിലുള്ള ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുവാനും ലോകത്ത് സമാധാനം കൊണ്ടുവരുവാനുമുള്ള അവസരം കൊടുക്കുന്നതിന് മുമ്പ് 3ാം ലോക മഹായുദ്ധത്തിന് തിരികൊളുത്താനാണ് ഇത്തരക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് ജോ ബൈഡനെ ഉന്നം വെച്ചുകൊണ്ട് ജൂനിയർ ഡൊണാൾഡ് ട്രംപിന്റെ മകൻ എക്സിൽ കുറിക്കുകയുണ്ടായി. അഥവാ ലോക സമാധാനം വരുന്നതിന് മുമ്പ് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുവാൻ പോകുന്ന ട്രംപിന്റെ സമാധാന നീക്കത്തിന് മുമ്പ് ദിവസങ്ങൾ മാത്രം അധികാരത്തിൽ ബാക്കിയുള്ള ജോ ബൈഡന്റെ ഈ തീരുമാനം 3ാം ലോക മഹായുദ്ധത്തിലേക്ക് തിരികൊളുത്തുമെന്ന് തന്നെയാണ് ജൂനിയർ ട്രംപും എക്സിലൂടെ നമ്മോട് പറയുന്നത്. ഈ തീരുമാനങ്ങൾക്കൊക്കെ അമേരിക്കയെ പ്രകോപിതമാക്കാനുള്ള, അല്ലെങ്കിൽ നാറ്റോയെയും ജോ ബൈഡനെയും പ്രകോപിതമാക്കാനുള്ള കാരണമായി അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് നോർത്ത് കൊറിയയുടെ ഉക്രൈനിൽ റഷ്യയുടെ കൂടെ ഇടപെട്ടുകൊണ്ട് നോർത്ത് കൊറിയയുടെ സൈനിക നീക്കം തന്നെയാണ്. നമുക്കറിയാം, ഏകദേശം ആഴ്ചകൾക്ക് മുമ്പാണ് നോർത്ത് കൊറിയയും റഷ്യയും ഒരു കരാറിലെത്തുന്നത്. അഥവാ റഷ്യയെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അത് നോർത്ത് കൊറിയയെ ആക്രമിച്ചു എന്ന് തന്നെ വിലയിരുത്തി റഷ്യയുടെ കൂടെ ചേർന്ന് അവരുമായി യുദ്ധത്തിലേർപ്പെടുക. അതുപോലെ നോർത്ത് കൊറിയയെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അത് റഷ്യയാണ് ആക്രമിച്ചത് എന്ന് കരുതി റഷ്യയും അവരോട് പങ്കാളികളാവുക.
ഇരു രാജ്യങ്ങളും അത്തരത്തിലൊരു വളരെ അപകടകരമായ ഒരു കരാറിൽ എത്തിയതുകൊണ്ട് തന്നെ ഇപ്പോൾ റഷ്യയുടെ കൂടെ ചേർന്നുകൊണ്ട് നോർത്ത് കൊറിയയുടെ സൈനികർ യുക്രൈനിൽ യുദ്ധം ചെയ്യുകയാണ്. ഇത് US-നെ വളരെ വലിയ രീതിയിൽ പ്രകോപിതമാക്കി എന്ന് വേണം ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നമ്മൾ കരുതാൻ. അതുപോലെ തന്നെ ഈ അവസാനിക്കാൻ പോകുന്ന യുദ്ധം ആ അവസാന ഘട്ടത്തിലുള്ള ആളിക്കത്തലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നവരും ചിലരുണ്ട്. എന്നാൽ ഇതൊരു ആഗോളതലത്തിലേക്കുള്ള യുദ്ധത്തിന് വഴി മാറുമോ എന്നുള്ളതാണ് പുടിൻ്റെ ഈ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ ഏവരും ഭയപ്പെടേണ്ട കാര്യം. ഒരു മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മെ ഓരോരുത്തരെയും ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കയും നാറ്റോ സഖ്യങ്ങളും ഒരു പക്ഷത്ത് അണിനിരന്നുകൊണ്ട് റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ റഷ്യയുടെ കൂടെ നമുക്കറിയാം ലോകശക്തികളായ ചൈനയും ഇറാനും അതുപോലെ നോർത്ത് കൊറിയയും തുടങ്ങി വലിയ ശക്തികൾ റഷ്യയുടെ കൂടെയും അണിനിരന്ന് ഒരു വലിയ യുദ്ധത്തിലേക്കുള്ള വഴി മാറിക്കഴിഞ്ഞാൽ അത് ലോക സമാധാനത്തിനും ഇപ്പോഴുള്ള ലോകക്രമത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് ആ യുദ്ധം പോകുമെന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ഏതായാലും ഇറങ്ങാൻ നോക്കുന്ന സമയത്തുള്ള ജോ ബൈഡന്റെ ഈ തീരുമാനം ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു ഭരണകർത്താവിൽ നിന്ന് ഉണ്ടായതാണെന്ന് വിലയിരുത്തുന്നവരും ചിലരൊക്കെയുണ്ട്. ചിലർ പറയുന്നത് പ്രകാരം ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ഉടനെ ട്രംപിന്റെ സുഹൃത്തെന്ന് കരുതപ്പെടുന്ന പുടിനുമായി ചർച്ച നടത്തി ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു കരാറിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും ഒരു വശം യുക്രൈന്റെ ഭാഗത്തും ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ജോ ബൈഡൻ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത് എന്ന് പറയുന്നവരുമുണ്ട്. നമുക്കറിയാം യുക്രൈനിന്റെ ഒരു വലിയ ഭാഗം ഇപ്പോൾ തന്നെ റഷ്യ കൈവശം വെച്ചിരിക്കുകയാണ്. റഷ്യ പിടിച്ചെടുത്ത ഈ ഭാഗങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നയത്തിന് റഷ്യ മുതിരുകയില്ലെങ്കിൽ റഷ്യയുടെ ചില ഭാഗങ്ങൾ യുക്രൈനിന്റെ ഭാഗത്തേക്കും യുക്രൈൻ പിടിച്ചെടുക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ബാർഗെയിനിങ്ങിന് ഒരു എളുപ്പമാർഗം ഉണ്ടാകുമെന്ന രീതിയിൽ ആ ഒരു ശ്രമത്തിന് വേണ്ടിയാണ് ഇത്തരം യുദ്ധത്തിന്റെ ഒരു വ്യാപനം നടത്തുവാൻ ജോ ബൈഡൻ മുന്നിട്ടിറങ്ങുന്നത് എന്ന് ചിന്തിക്കുന്നവരും അത്തരത്തിൽ പറയുന്നവരും ലോക അനലിസ്റ്റുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഒരു പരസ്പര ചർച്ചയിലൂടെ 3 വർഷത്തിലേക്ക് കടക്കുന്ന ഈ യുദ്ധം അവസാനിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കാതിരിക്കട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കുന്നു. തൽക്കാലം വിടാം. നമുക്ക് വീണ്ടും കാണാം.